everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡ്രസ്സ് വെയർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഞാൻ പുറത്ത് ഫംഗ്ഷനിന് പോകുമ്പോഴേക്ക് എങ്ങനെ മേക്കപ്പ് ആക്കുന്നത് ആൻഡ് എന്തെല്ലാം പ്രോഡക്റ്റ്സ് യൂസ് ആക്കിയിട്ട് മേക്കപ്പ് ആക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഞാൻ ഫേസ് കണ്ടു അപ്ലൈ ആക്കിയിട്ടില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ആക്കാൻ പോകുന്നത് സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ. ഞാൻ ഫേസ്ക്ക് ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, പിന്നെ എന്ത് കറക്റ്റർ, അങ്ങനത്തെ കുറേ എന്തെങ്കിലും സാധനമില്ലേ, അങ്ങനത്തെ എന്ത് യൂസ് ആക്കലില്ല. ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ മാത്രം ഞാൻ യൂസ് ആക്കുന്നത്. ഇപ്പം ഞാൻ മാരേജ് കഴിഞ്ഞിട്ടായിട്ട് ഈടത്തോളം എന്തെങ്കിലും ഫംഗ്ഷനിൽ പോയി എനിക്ക് എല്ലാത്തിനും ഞാൻ യൂസ് ആക്കുന്നത് ഈ ഒരു ഇത് മാത്രം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ഫേസ്ക്ക് അപ്ലൈ ആക്കുന്നത്. ഇത് അപ്ലൈ ആക്കിയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാവും. ഇത് അപ്ലൈ ആക്കുന്ന ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ. എൻ്റെ ഫേസ് ഇപ്പം എന്നാ നിങ്ങൾ നോക്കിയാൽ നല്ല ഗ്ലോ കാണുന്നില്ലേ? ഓക്കെ. അങ്ങനെ ഞാൻ സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ ഇട്ട് ഫേസിലേക്ക് ഇതൊന്ന് മാത്രം ഞാൻ യൂസ് ആക്കൽ ഫേസിലേക്ക്. ഇനി നെക്സ്റ്റ് ഐസിലേക്ക്. ഐസ്ക്ക് ഫസ്റ്റ് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ആക്കൽ. ഈ ഷെയ്ഡ് ഇത്ര ഇതിൽ ഫസ്റ്റ് ഞാനത് ഇത് അപ്ലൈ ആക്കുക, ഈ ഒരു ഷൈനിങ് പോലത്തെ. അങ്ങനെ എനിക്ക് ഐ മേക്കപ്പ് അങ്ങനത്തതൊന്നും അറിയില്ല, ജസ്റ്റ് ഞങ്ങൾക്ക് അറിയുന്ന പോലെ ചെയ്യാലോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് ഇവിടെ മിററുണ്ട്. അപ്പോൾ ഞാൻ മിററിൻ്റെ അടുത്ത് തന്നെ നിന്ന് ബിക്കോസ് ഫോൺ നോക്കിയിട്ട് എടുക്കുമ്പോൾ ശരിയാകുന്നില്ല ഇടുമ്പോൾ. ഫേസ്ക്ക് ഞങ്ങൾ കാണുന്നുണ്ട, ഈ കളറാണ് ഇപ്പം ഞാൻ ഇട്ടത്. ഇനി ഇതിൽ ഇപ്പുറത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ഒരു ഡാർക്ക് കളർ, അതും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അപ്ലൈ ആക്കും. അത് വിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് ഈ ബ്ലാക്ക് ഇല്ലേ, ഇത് ജസ്റ്റ് ഞാൻ എടുത്തിട്ടിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടാവും, കുറച്ച് ബ്ലാക്ക് ആയിട്ട്. ചൂടെടുക്കാൻ സ്റ്റാർട്ടായി. റെയിനി സീസൺ, ബട്ട് ചൂടിനെന്ത് കുറവില്ല. ജസ്റ്റ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇട്ട ആ ഗ്ലിറ്റർ പോലത്തെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ബ്ലാക്ക് അല്ലാണ്ട്, ബട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ അറിയുന്നില്ല. അപ്പോൾ അതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് ഈ കാജൽ. ഇത് എന്ത് NYPൻ്റെ ഒരു കാജലും ഇതുണ്ട്. അതൊക്കെ
കണ്ട ഈ ഐസ് കിട്ടേന് ഇപ്പുറത്തേക്ക് മുകളിലേക്കായല്ല. അപ്പോൾ ഇട്ടിട്ടായി. നെക്സ്റ്റ് ഈ ഒരു മസ്കറയാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഈ മസ്കറ എൻ്റെ കയ്യിൽ കുറേ എത്രയോ മന്ത്സായി ഇത് ഞാൻ യൂസ് ആക്കുന്നത്. എൻ്റെ കസിന് ദുബൈയിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നത്. ഈ സാധനം ഈടെ കിട്ടുന്ന നമുക്കറിയാലോ, നല്ല വോളിയം തോന്നുന്നു. ഇപ്പം ഞങ്ങൾക്കെല്ലാം ലാഷസ് എല്ലാം ഭയങ്കര കുറവ്. അപ്പോൾ ഈ ഒരു മസ്കറ ഇടുമ്പോൾ തന്നെ നല്ല കാണുന്നു. പുറത്തിപ്പോൾ നോർമലായിട്ട് ഞാൻ പോകുമ്പോൾ അല്ലേ ഐ ഷാഡോ കാജൽ എന്ത് യൂസ് ആക്കലില്ല. സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ ഈ മസ്കറ യൂസ് ആക്കും. അപ്പോൾ നല്ല ഐസ് ഒരു നല്ല വോളിയമായിട്ട് നല്ല കാണും. ആൻഡ് ലിപ്സ്റ്റിക്, ആ 3 പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ആക്കൽ. ഇതൊരു ഫങ്ഷന് പോകുന്നതിനുകൊണ്ടാണ് ഐ ഷാഡോ കാജൽ എക്സ്ട്രാ ഞാൻ ഇടുന്നത്. മസ്കറ ഇട്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ആക്കിയിട്ട് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുന്നതെന്ന് അറിയില്ല. എനിക്ക് ക്യാമറയിൽ ഇപ്പോൾ ഫോണിൽ എത്ര കാണണം, എത്ര കറക്റ്റ് കാണണം മനസ്സിലാവില്ല. അങ്ങനെ എൻ്റെ ഫേസിൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. സൺ പ്രൊട്ടക്ഷൻ ഇട്ട് ഐ ഷാഡോ പാലറ്റ് യൂസ് ആക്കിയിട്ട് ജസ്റ്റ് ഐക്ക് ഇതിട്ട് കാജലിട്ട് മസ്കറ ഇട്ട് നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്. ഓക്കെ, ആൻഡ് ഇതാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസ് എടുക്കുമ്പോൾ യൂസ് ആക്കിയിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ഇതൊരു സുഡിയോൻ്റെ ക്രീമി ചോക്കോ ബ്രൗൺ PR01. ഓക്കെ, ഈ ഷെയ്ഡ് കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെയ്ഡ് ഇത്. ഇത് മാത്രമാണ് നോർമലി ഞാൻ പുറത്ത് പോകുമ്പോൾ ഡെയിലി ഇതായിട്ട് യൂസ് ആക്കല്ലേ. ഇന്ന് ഫങ്ഷനിൽ പോകുന്നതിനുണ്ട് എൻ്റെ മോൾക്കും വേറെ ഏതെങ്കിലും ഇടാം. വേറെ ഇത് മീൻസ് മെബിലിൻ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മേറ്റ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഇത് തീർന്നേനെ. ഇത് വരുന്നറിയില്ല, നോക്കാം. ഈ ഒരു ഷെയ്ഡായിരിക്കും. ആൻഡ് ലിപ് ഗ്ലോസ്. ഓക്കെ, ഇതൊരു ഹുദ കളർ സൂപ്പർ സ്റ്റാർ മേറ്റ് ലിപ് ഗ്ലോസ് 03. അപ്പോൾ ലിപ് ഗ്ലോസും ഞാൻ യൂസ് ആക്കി. ആരോടൊരു ഇതാക്കുന്നുണ്ട്. ആരി തൗഫി. അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. തൗഫി വന്നിട്ടാണ് ഞാൻ ഡോർ ഓപ്പൺ ആക്കാൻ പോയത്. ഡോറിൻ്റെ ബാക്ക് സൈഡ് തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് ഇതായി. അങ്ങനെ എൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഞാൻ ഇത്രയാണ് യൂസ് ആക്കാൻ. ഇനിയിപ്പോൾ ഇയർ റിംഗ് ചേഞ്ച് ആക്കണം. ജസ്റ്റ് ഹെയർ ഇങ്ങനെ
കോമ്പാക്കിയിട്ട് ആൾക്കാർ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഒന്നും ഞാൻ ആക്കലില്ല. അപ്പോൾ ഇയറിങ് ഇടാം ഇനി. എന്താ നോക്കുന്ന അപ്പോൾ ഇയറിങ് ഇടാനേ ജുവൽ കളക്ഷൻസ് വീഡിയോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം. അങ്ങനെ കുറേ ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് എൻ്റെ അടുത്തുണ്ട്. കുറച്ച് ഇയറിങ് മാത്രം, വേറെ മോസ്റ്റ് അങ്ങനത്തെ മാല പിന്നെ ബാംഗിൾസ് അങ്ങനത്തെ ഞാൻ യൂസ് ആക്കലില്ല. ഇയറിങ്സ് കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത് ബറാത്തി ഡേക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ആ ടൈം ഞാൻ എടുത്തത് എൻ്റെ പൊരുത്ത ഡ്രസ്സ് നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അന്ന് ഇട്ടിട്ടാകുമ്പോൾ ഇത് ഭയങ്കര വലിയ സൈസായിട്ടുണ്ടായി. അപ്പോൾ അപ്പനെ ഞാൻ കീച്ചിന് ഡ്രസ്സ് ഫോട്ടോസ് അങ്ങനെ എന്ത് എടുത്തിട്ട് വലിയ സൈസ് ആയതുകൊണ്ട് ഇത് അപ്പനെ ഞാൻ റിമൂവ് ചെയ്തു. ഇത് ഷേപ്പാക്കിയിട്ട് ഇന്നാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. ഇത് ഇട്ട് കയ്യിൽ ഇപ്പോൾ ഡെയിലി യൂസ് ആക്കുന്നത് തന്നെ. വേറെ ഒന്നും ഞാൻ ഇടുന്നത് ഫുൾ സ്ലീവ് ഈ ഡ്രസ്സ്. സോ വേറെ ഐറ്റംസ് ഒന്നും യൂസ് ആക്കണമെന്ന് തോന്നുന്നില്ല, ഇത്ര തന്നെ ധാരാളം. ആൻഡ് ഹെയർ ഞാൻ ജസ്റ്റ് കോമ്പാക്കിയിട്ട് വരാം. ഓക്കെ, എൻ്റെ ഹെയർ ഞാൻ ജസ്റ്റ് പ്ലക്കർ കെട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് റിമൂവ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടത്. ഹെയർ ടൈ എന്താക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ മേക്കപ്പ് ഇത് നിങ്ങൾക്ക് നേരെ കാണുന്ന അത്ര ഞാൻ ചൂടെടുക്കുന്നുണ്ട് ഇവിടെ. ഫുള്ളായിട്ട് അപ്പോൾ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ അങ്ങനെ ചെല്ലാൻ കഴിയുമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെ റെഡി ആവില്ല, അതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറേ മുണ്ടാൻ അങ്ങനെ എന്തും ടോപ്പിക്സും ഇല്ല, അങ്ങനെയാണ് തായപൂരം. പിന്നെ എന്തെന്നല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അക്കുശാനപ്പൻ്റെ താഴെ ഫുള്ള് തോട്ടം, അവർക്ക് കുറേ തോട്ടമുണ്ട്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ പുഴ. ഇപ്പോൾ റൈനി സീസണല്ലേ, റൈനി സീസൺ ആയതുകൊണ്ട് ആ പുഴേൻ്റെ ഫുള്ള് കുറേ തണ്ണി അയച്ച് ആ വെള്ളമെല്ലാം തോട്ടത്തിൽ വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പുര കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് പുരൻ്റെ എടുക്കുന്ന പേരിൽ തോട്ടം ഫുള്ള് വെള്ളമായിട്ട് നിറഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാൻ കഴിയുന്നെങ്കിൽ എനിക്ക് പോകാൻ കഴിയുന്നില്ല. കഴിയുന്നുണ്ടെങ്കിൽ ആ വീഡിയോയും ഞാൻ എടുത്തിട്ട് ഇടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. പിന്നെ എന്തായാലും Q&A വീഡിയോ ഞാൻ ഇടുന്നിട്ടുണ്ടായി. അതിനെന്ത് ടൈം കിട്ടുന്നില്ല, കുറച്ച് പൊരലേ ഉണ്ടാവലില്ല. അപ്പോൾ ആ വീഡിയോയും സോ ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇത്ര തന്നെ. ഓക്കെ, ബൈ.